മലയാളം പ്രയോഗിക്കാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം. ഓപ്ഷൻസ് എ വായസം, ബി ഗരതം, സി ശേളം, ഡി ഗരളം. ആൻസർ ഓപ്ഷൻ എ വായസം. മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് എ അലിംഗ ബഹുവചനം, ബി സലിംഗ ബഹുവചനം, സി ബഹുവചനം, ഡി പൂജക ബഹുവചനം. ആൻസർ ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. താഴെ കൊടുത്തതിൽ പുല്ലിംഗത്തിൽ പെടാത്തത്. ഓപ്ഷൻസ് എ അധ്യാപകൻ, ബി പുരുഷൻ, സി കുട്ടി, ഡി അവൻ. ആൻസർ ഓപ്ഷൻ സി കുട്ടി. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ പദം ആൻസർ ഓപ്ഷൻ ഡി അത്ഭുതം. അണിനിരയിൽ നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി. ഓപ്ഷൻസ് എ ആനച്ചന്തം, ബി ആഷാഢഭൂതി, സി അഴകിയ രാവണൻ, ഡി ആപാദചൂടം. ആൻസർ ഓപ്ഷൻ സി അഴകിയ രാവണൻ. താഴെ കൊടുത്തതിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം. ഓപ്ഷൻസ് എ ശിരി, ബി തടിനി, സി വാഹിനി, ഡി കുലായം. ആൻസർ ഓപ്ഷൻ എ ശിരി. നിന്ദ എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻസ് എ നന്ദി, ബി അനിന്ദ, സി അധമം, ഡി സ്തുതി. ആൻസർ ഓപ്ഷൻ ഡി സ്തുതി. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം. ഓപ്ഷൻസ് എ ഒഴുക്കിനെതിരെ നീന്തണം, ബി അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം, സി ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം, ഡി ചിന്തിച്ച് പ്രവർത്തിക്കണം. ആൻസർ ഓപ്ഷൻ ബി അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻസ് എ താമരക്കുളം, ബി ഇറ്റിറ്റ്, സി മണ്ഡലം, ഡി വഴിയുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി വഴിയുണ്ട്. യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻസ് എ യഥാ ഇഷ്ടം, ബി യഥേഷ്ടം, സി യഥോഷ്ടം, ഡി യഥാ ഇഷ്ടം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി യഥേഷ്ടം.